നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. നമ്മൾ കുറേ ആളുകളെ കണ്ടിട്ടില്ലേ? അവരെവിടെ ചെന്നാലും അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും, ഒരുപാട് കൂട്ടുകാരുണ്ടാകും. ഏതൊരു സദസ്സിൽ ചെന്നാലും ആളുകൾ അവരിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അവർക്ക് ആളുകളിൽ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. ഇത് നമുക്ക് മനസ്സിലാക്കുക. നമ്മൾ കൂട്ടുകാരുമായി ചില ട്രിപ്പുകൾക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു പരിചയവും ഇല്ലാത്ത സ്ഥലത്തെത്തി നമ്മളൊരു ചായ കുടിക്കാനോ മറ്റോ വണ്ടി നിർത്തി ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചില ആളുകൾ 1 മിനിറ്റ് 2 മിനിറ്റ് ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ പിന്നെ അവർ ഭയങ്കര ഫ്രണ്ട്സ് ആകും. പോകുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് ഇവിടെയൊക്കെ ഇവന് ആളുകളുള്ളത്, എങ്ങനെയാണ് ഇവിടെയൊക്കെ ഇവന് കൂട്ടുകാരുള്ളത് എന്ന്. പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി പിരിയുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് നമ്മൾ മനസ്സ് വെച്ചാൽ 1 മിനിറ്റിനുള്ളിൽ തന്നെ ആളുകളെ നമ്മുടെ സുഹൃത്തുക്കളാക്കി മാറ്റാൻ കഴിയുമെന്നാണ് അത്തരം പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ ആളുകൾ നമ്മുടെ ഫ്രണ്ട്സായിട്ട് ഉണ്ടാകുകയും നമ്മുടെ ഫ്രണ്ട് സർക്കിൾ വർദ്ധിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ ശാരീരിക, മാനസിക, വൈകാരിക ആരോഗ്യത്തിന് അത് വളരെയധികം സഹായിക്കും. നല്ല ഫ്രണ്ട്സ് ഉള്ള ആളുകൾ നല്ല പോസിറ്റീവ് ആയിരിക്കും, നല്ല ആരോഗ്യവാന്മാരായിരിക്കും, നല്ല മെന്റലി സ്ട്രെങ്ത് ഉള്ള ആളുകളായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നാട്ടിലൊക്കെ തന്നെ നല്ല കൂട്ടുകാരും നല്ല ബന്ധങ്ങളും ഒക്കെയുള്ള ആളുകൾ, അത്തരം ആളുകൾക്ക് ആയുസ് കൂടുന്നതും ഒരുപാട് കാലം ആരോഗ്യത്തോടു കൂടി നിലനിൽക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ഈ രാഷ്ട്രീയക്കാരായ നേതാക്കന്മാരൊക്കെ കണ്ടിട്ടില്ലേ? അവരൊക്കെ എത്ര കാലമാണ് ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നത്? അവർക്ക് ഈ ആളുകളുടെ ഇടയിലുള്ള സ്വാധീനവും അവരുമായിട്ടുള്ള ബന്ധവും അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും മറ്റു രാഷ്ട്രീയപരമായിട്ടുള്ളതാണ് എങ്കിൽ പോലും അവരുടെ കൂട്ടുകെട്ടും സൗഹൃദ വലയവും ഒക്കെ ഒരുപാട് വലുതാണ്. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും, ഞാൻ പറയാറുണ്ട് പലപ്പോഴും, നമ്മുടെ അധ്യാപകരൊക്കെ ഒരുപാട് പ്രായമായ ആളുകൾ പോലും നല്ല പൂർണ്ണമായിട്ടുള്ള യുവത്വം നിലനിർത്തുന്നത് ഇത്തരത്തിൽ ഒരുപാട് ആളുകളുമായി ദിനേന സംവദിക്കുകയും ഒരുപാട് കുട്ടികളുമായൊക്കെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പിൽ പോവുകയും ചെയ്യുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം, മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യത്തിന്റെ മുന്നിലാണ് എന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ നടന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് നാം ഉദ്ദേശിച്ചാൽ മിനിറ്റുകൾക്കകം ആളുകളിലേക്ക് ആകർഷിക്കാനും അവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനും അവരുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ കഴിയും. അതിന് ചില ക്വാളിറ്റികൾ നാം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക, അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അവർ കൂടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം ആളുകൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. നമ്മൾ പുതുതായിട്ട് ഒരാളെ കാണുമ്പോൾ അവരിൽ ഇംപ്രഷൻ ജനിപ്പിക്കുന്ന 3 ഘടകങ്ങളാണ് മെയിനായിട്ടുള്ളത്. അത് ആ ഫസ്റ്റ് കാണുന്ന നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഒരു ശരീരം, അതാണല്ലോ അവർ ആദ്യം കാണുന്നത്. നമ്മളെ കേൾക്കുന്നതിനേക്കാൾ, നമ്മളെ മനസ്സിലാക്കുന്നതിനേക്കാൾ മുന്നേ നമ്മളെ കാണുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, ആക്റ്റീവായിട്ടുള്ള, ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് ആയിരിക്കുക. നമ്മൾ ആ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ, ആദ്യത്തെ 7 സെക്കൻഡിനുള്ളിൽ തന്നെ അവരുടെ മനസ്സിൽ കയറിപ്പറ്റാൻ കഴിയുന്ന രീതിയിൽ അതിന് മാന്യമായി വസ്ത്രം ധരിക്കുക, പോസിറ്റീവായിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ കാത്തു സൂക്ഷിക്കുക. നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ശാരീരിക ഭാഷ നമ്മൾ കാത്തു സൂക്ഷിക്കുക. ആ ഒരു ഫസ്റ്റ് അപ്പിയറൻസ് നമ്മളെ കണ്ട ഉടനെ അവർ നമ്മളെ ഒന്ന് ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തുകയും ആ സമയത്ത് അവരുടെ കണ്ണുകളിലേക്ക് ഒരു ഐ കോണ്ടാക്ട് കൊടുക്കുകയും ചെയ്താൽ കണ്ണുകളിൽ നിന്ന് കണ്ണുകളിലേക്ക് വലിയ രീതിയിലുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച്, നമ്മൾ അവരെ കാണുന്നു എന്നതിനെ കുറിച്ച്, അവരുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള മാന്യമായിട്ടുള്ള ഒരു ഐ കോണ്ടാക്ട് നമ്മൾ അവരുമായി ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ആദ്യം നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നത് അവരുടെ കണ്ണുകളിലേക്കായിരിക്കണം. അങ്ങനെ ഈ നമ്മുടെയും അവരുടെയും കണ്ണുകൾ ഉടക്കുന്ന ആ ഒരു സ്പോട്ടുണ്ട്. ആ സ്പോട്ടിന്റെ ആ സമയത്ത് തന്നെ മനോഹരമായിട്ടൊരു പുഞ്ചിരി നമ്മൾ സമ്മാനിക്കുക. ചിരിക്കുക എന്നത് കേവലം ചുണ്ടുകൾ കൊണ്ട് മാത്രമല്ല, നമുക്ക് കണ്ണുകളെ കൊണ്ട് ചിരിക്കാൻ കഴിയില്ലേ? കണ്ണുകളെ കൊണ്ട് ചിരിക്കാൻ കഴിയും. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പഠനം നടത്തണം.
എങ്ങനെയാണ് കണ്ണുകളെ കൊണ്ട് നമുക്ക് ചിരിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കണം. വ്യത്യസ്ത വീഡിയോകളിലൂടെയോ യൂട്യൂബിലോ മറ്റോ എവിടെയെങ്കിലും തിരഞ്ഞുകൊണ്ട് ആ പുഞ്ചിരിയോടുകൂടി പിന്നീട് നമ്മുടെ ഫേസിലെ എക്സ്പ്രഷനാണ്, നമ്മുടെ മുഖഭാവങ്ങളാണ് പിന്നീട് അവർ ശ്രദ്ധിക്കുന്നത്. ബോഡി ലാംഗ്വേജ് നോക്കിക്കൊണ്ട് നമ്മളെ വിലയിരുത്തുകയും ആ വിലയിരുത്തുന്നതോടൊപ്പം കണ്ണുകൾ തമ്മിൽ സംസാരിക്കുന്ന ആ സ്പോട്ടിൽ തന്നെ നമ്മൾ മനോഹരമായിട്ട് ഒന്ന് പുഞ്ചിരിക്കുകയും പിന്നീട് നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു മുഖഭാവം നമ്മൾ കാത്തു സൂക്ഷിക്കും. ആളുകളുമായി സൗഹൃദത്തിൽ ഏർപ്പെടാൻ നാം സൂക്ഷിക്കേണ്ട, നാം ഉണ്ടാക്കിയെടുക്കേണ്ട കുറച്ച് ക്വാളിറ്റികൾ എന്ന് പറയുന്നത് നല്ല ഓപ്പണസ് ആയിട്ടുള്ള തുറന്ന മനസ്സോടുകൂടിയായിരിക്കണം നാം ആളുകളെ സമീപിക്കുന്നത്. ആളുകൾ നോക്കുമ്പോൾ നമ്മൾ അപ്രോച്ചബിൾ ആയിരിക്കണം. നമ്മളെ സമീപിക്കാൻ അവരുടെ മനസ്സ് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അപ്രോച്ചബിൾ ആയിരിക്കണം, നമ്മൾ പ്ലസന്റ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം, കാപട്യമൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രകൃതമായിരിക്കണം. നമ്മൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കണം നമ്മൾ ആളുകളെ പ്രസന്റ് ചെയ്യേണ്ടത്. കെട്ടുമട്ടുകൾ തീർത്ത് കാപട്യത്തിന്റെ ഒരു മെമ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് എന്നതിന് പകരം നമ്മൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കണം നമ്മൾ ആളുകളെ സമീപിക്കുന്നത്. യാഥാർത്ഥ്യബോധത്തോടു കൂടി സിൻസിയർ ആയിക്കൊണ്ട് ആയിരിക്കണം. നമ്മളെ വിശ്വസിക്കാൻ കഴിയും, നമ്മൾ ഇയാളെ എനിക്ക് വിശ്വസിക്കാം എന്ന രീതിയിൽ ട്രസ്റ്റ് വർത്തായിരിക്കണം. നമ്മൾ ഒരു ഫ്രണ്ട്ലി ക്യാരക്ടറിസം ആയിരിക്കണം. ഒരു മനുഷ്യനോട് സൗഹൃദ ഭാവത്തോടു കൂടിയായിരിക്കണം നാം സമീപിക്കേണ്ടത്. അങ്ങനെ ഈ ക്വാളിറ്റിയൊക്കെ നാം ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഒരാളെ സമീപിക്കാൻ പോവുകയാണ്. ആ പോകുമ്പോൾ തന്നെ ഐ കോണ്ടാക്ട് സൂക്ഷിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോട് കൂടി ആളെ സമീപിക്കുകയും മാന്യമായ രീതിയിൽ നമ്മളെ അവരെ പരിചയപ്പെടുത്തുകയും, സ്വാഭാവികമായിട്ടും നാം ആരാണ് എന്നും നമ്മുടെ പേരൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആൾ അവരെയും നമ്മളോട് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ നാം അവരുടെ പേര് നല്ലവണ്ണം ഓർത്തെടുക്കുക. എന്നിട്ട് ഈ സംഭാഷണത്തിനിടയിൽ സാധ്യമായ സ്ഥലങ്ങളിൽ ഒക്കെ ആ പേര് വിളിച്ചുകൊണ്ട് ആയിരിക്കണം നാം അവരെ സമീപിക്കുന്നത്. കൂട്ടത്തിൽ പേരിന് കൂടെ പ്രായത്തിനും സ്ഥാനത്തിനും സാഹചര്യത്തിനും ഒക്കെ അനുസൃതമായിട്ട് എന്തെങ്കിലും ചേർത്ത് വിളിക്കാം. ഉദാഹരണത്തിന് കുറച്ച് പ്രായമുള്ള ആളാണ്, ബഹുമാന്യനായ ഒരു വ്യക്തിത്വമാണെങ്കിൽ ആ പേരിനോട് കൂടെ സാർ എന്ന് വിളിക്കാം. അതല്ല കുറച്ച് അങ്കിൾ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളാണ് എങ്കിൽ നമുക്ക് ആ പേരിനോട് കൂടെ അങ്കിൾ എന്നോ ആൻറ്റി എന്നോ ഒക്കെ ചേർത്ത് വിളിക്കാം. പേരാണ് വിളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആളുകളാണ് എങ്കിൽ പേര് തന്നെ വിളിക്കാം. അങ്ങനെ നാം സംസാരത്തിനിടയിൽ അരോചകരമല്ലാത്ത രീതിയിൽ സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ ആ പേര് കൂട്ടി സംസാരിക്കുകയും അദ്ദേഹത്തെ അഭിസംബോധനം ചെയ്യുകയും ചെയ്യും. അദ്ദേഹം സ്വാഭാവികമായിട്ടും സംസാരിച്ചു തുടങ്ങും. സംസാരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കുറച്ചുകൂടി അദ്ദേഹത്തിലേക്ക് ചെരിഞ്ഞ് നിന്നുകൊണ്ട് നമ്മൾ നേരത്തെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി അദ്ദേഹത്തിലേക്ക് അടുത്ത് അദ്ദേഹം പറയുന്നതിനെ കേൾക്കാൻ നമ്മൾക്ക് വളരെ ഇഷ്ടമാണ്, നമ്മൾ അതിന് തയ്യാറാണ് എന്ന രീതിയിൽ. പിന്നെ പറയുമ്പോഴൊക്കെയും ഏതെങ്കിലും നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെയോ ശബ്ദാനക്കങ്ങളിലൂടെയും ഒക്കെ അദ്ദേഹം പറയുന്നതിനോട് കൃത്യമായി റെസ്പോണ്ട് ചെയ്യുന്നതോടൊപ്പം കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ഓപ്പണന്റ് ആയിട്ടുള്ള കൂടുതൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്ന, ഒറ്റ വാക്കിലല്ലാതെ കുറച്ച് വിശദീകരിച്ച് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയും ഒക്കെ ചെയ്യും. കൂട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റിനെ കുറിച്ച്, ടേസ്റ്റിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ തോട്ട്സിനെ കുറിച്ച്, ചിന്തകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഐഡിയാസിനെ കുറിച്ചൊക്കെ നാം മനസ്സിലാക്കുകയും അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ, അതിൽ നിന്ന് ഉത്തരം ലഭിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ചോദിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ രണ്ടാളെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ അതിൽ വന്ന് ശ്രദ്ധിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. കാരണം അദ്ദേഹത്തിന് കൂടി താല്പര്യമുള്ള വിഷയമായത് കൊണ്ടാണ് അദ്ദേഹം നമ്മളിപ്പോൾ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആളുകൾ അതിൽ ഇടപെട്ട് സംസാരിക്കുന്നത് നമുക്കറിയാം. കാരണം അദ്ദേഹത്തിന് കൂടി താല്പര്യമുള്ള ഒരു വിഷയമായത് കൊണ്ടാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെയും താല്പര്യങ്ങളെ മനസ്സിലാക്കുകയും അവരുടെ ചിന്തകളെയും ഐഡിയകളെയും ടേസ്റ്റിനെയും ഒക്കെ മനസ്സിലാക്കി അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ കൂടുതൽ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ആ സംസാരിക്കുമ്പോൾ ആക്റ്റീവായിട്ട് വളരെ കെയർഫുള്ളായി അദ്ദേഹത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നാം സംസാരിക്കുക. നമ്മളിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മുടെ
ശരീരഭാഷയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിന്റെ ക്വാളിറ്റിയിലേക്കോ ടെലിഫോണിലേക്കോ വാച്ചിലേക്കോ സമയത്തിലേക്കോ ഒന്നും ശ്രദ്ധിക്കാതെ പൂർണ്ണമായി നമ്മളോട് ആ സംസാരിക്കുന്ന ആളിലേക്ക് നമ്മുടെ മുഴുവൻ ഫോക്കസും നൽകിക്കൊണ്ട് അതിലേക്ക് തന്നെ മൈൻഡ്ഫുൾ ആയിക്കൊണ്ട് അവരെ കേൾക്കുക എന്നത് ഏറ്റവും വലിയ ഒരു ഘടകമാണ്. ഫ്രണ്ട്ഷിപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും നിർബന്ധമായും ചെയ്യേണ്ടതും എന്നാൽ എളുപ്പത്തിൽ റിസൾട്ട് കിട്ടുന്നതുമായ ഒന്നാണ് ആക്റ്റീവ് ലിസണിങ്, മൈൻഡ്ഫുൾ ലിസണിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എതിർവശത്തുള്ള ആളുമായി നമ്മുടെ ബോഡി ലാംഗ്വേജിനെയും വോയിസിനെയും ഒക്കെ ഒന്ന് മാച്ച് ചെയ്യുക. അവർ നിൽക്കുന്ന രീതി, ഒരാളിപ്പോൾ ഇങ്ങനെ കൈകെട്ടി നിൽക്കുകയാണ് എങ്കിൽ നമുക്കും അങ്ങനെ നിൽക്കാം. അദ്ദേഹത്തിൻ്റെ ആക്ഷനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പരിഹസിക്കുകയാണ് എന്ന് തോന്നാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ നിൽപ്പും, അദ്ദേഹം ഏത് കാലിലാണ് കൂടുതൽ ഊന്നൽ നൽകി നിൽക്കുന്നത്, ഏത് കൈയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെക്കുന്നത് പോലെ ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മൂവ്മെന്റുകൾ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ മൂവ്മെന്റിനനുസരിച്ച് വളരെ കൃത്യതയോടുകൂടി ജെനുവിനായിട്ട് എന്ന രീതിയിൽ തന്നെ നമ്മൾ ആക്ഷൻസിനെ രൂപീകരിക്കുകയും ചെയ്താൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്വാഭാവികമായിട്ടും അവരോട് തോന്നിക്കും ഇത് നമുക്ക് പറ്റിയ ആളാണ്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംയോജിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് തിരിച്ചറിയുകയും ചെയ്യും. പിന്നെ നമ്മുടെ വോയിസ് ടോണാണ്, അത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള, എമ്പതിയോട് കൂടിയിട്ടുള്ള ഒരു വോയിസ് ടോൺ നമ്മുടെ സംസാര ഭാഷയിൽ ഒരാളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കണം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ശബ്ദത്തിൻ്റെ ടോണിന്, ആ വോയിസ് ടോണിന് ഒരാളിൽ സ്വാധീനം ചെലുത്തുന്നതിൽ വളരെയധികം പങ്കുവഹിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിൻ്റെ, ഭാഷയുടെ, വാക്കുകളുടെ, ശബ്ദത്തിൻ്റെ ഒക്കെ ടോണും അതിൻ്റെ ആ ഒരു രീതിയുമൊക്കെ വളരെ എമ്പത്തറ്റിക്കും എന്നാൽ അവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് വളരെ 1 മിനിറ്റ് 2 മിനിറ്റിനകം നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒന്നാണ്. ഒരാളുമായി സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ആ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തന്നെ ആളുകൾ നമ്മളിൽ ആകൃഷ്ടരാകുകയും ആളുകൾക്ക് നമ്മളോട് ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെടാൻ താല്പര്യം ഉടലെടുക്കുകയും അതുമൂലം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റാപ്പോ, ഒരു ബന്ധം, അത് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ സുദൃഢമാകുകയും ചെയ്യും. അങ്ങനെ ദൃഢമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.